ഹലോ, പാച്ചു ദാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മിടുക്കനായിട്ട് ദേ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. 2 പറിച്ചെടുക്ക്. എവിടെ 3? 2 കുട്ടി ഒട്ടിക്കണണ്ട. 1 2 3. അതെന്താ പച്ചു? 3. ഇവിടെ 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 ഒട്ടിക്ക്. യെസ്, ശരിക്കും 2 കൈ കൊണ്ട് ഒട്ടിക്ക്. 3 ഒട്ടിക്ക്. ഇവിടെ ഇവിടെ ഒട്ടിക്ക്. വെരി ഗുഡ്. ശരിക്കും ഒട്ടിക്കടാ കൊരങ്ങ. 3. ഇനി 4 എവിടെ? 4 ഏത്? 4 അതാണോ 4? ഓക്കെ, പറിച്ചോ. ഒട്ടിക്ക്. 4 എടുക്ക. 4 ഇവിടെ ഒട്ടിക്ക്. ഇവിടെ ഇവിടെ 4. വെരി ഗുഡ്. 1 എന്നെ കൗണ്ട് ചെയ്തേ. 5 എടുക്ക്. 5 എടുത്തിട്ട് 6 എടുക്ക്. മുകളിലേക്ക് പറക്കി വച്ചു. ഓ, അത് പറിച്ചെടുത്തു കുരങ്ങൻ. 6 എടുക്ക്. ഇവിടെ 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 ഒട്ടിക്ക്. ഇവിടെ ഇവിടെ താഴെ. 6. വെരി ഗുഡ് ബോയ്. ക്ലാപ്പ് ചെയ്തേ. വെരി ഗുഡ്. 7 എടുക്ക്. 7 എടുക്ക്. 7 എടുക്ക്. 7. 6ന്റെ അപ്പുറത്തൊട്ടിക്ക്. ഇവിടെ 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 ഇവിടെ. വാ, വെരി ഗുഡ്. 8 എടുക്ക്. 8 അതല്ല, 8 എടുക്ക്. ഇവിടെ 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 ഒട്ടിക്ക്. ഇവിടെ 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 8 ശരിക്കും ഒട്ടിക്ക്. വളയാണ്ട് ഒട്ടിക്ക്. ഇവിടെ 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 ഒട്ടിക്ക്. താഴ്ത്ത്. ഇവിടെ 8. 9. ഇവിടെ കയറ്റി ഒട്ടിക്കേ. ഇവിടെ കയറ്റി ഒട്ടിക്കേ. ഇവിടെ 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 ഇവിടെ. ഇനി 10. ഇവിടെ ഒട്ടിക്ക്. ഇവിടെ 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 ഒട്ടിക്ക്. ഒട്ടിക്ക്. 0. വാ, വെരി ഗുഡ്. ക്ലാപ്പ് ചെയ്തേ നോക്കട്ടെ. വെരി ഗുഡ് ബോയ്. പോയിട്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കാം മാമയ്ക്ക്. 1 10. വെരി ഗുഡ്. അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക്. ഒട്ടിച്ചത് കാണിച്ചു കൊടുത്തേ. ചെല്ല്, ഇത് കാണിച്ചു കൊടുക്ക്. വർക്ക് ബുക്ക് കാണിച്ചു കൊടുക്ക്. അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക്. അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. അമ്മാമ്മ ഗുഡ് ഇട്ട് തരും. ചെല്ലേ ചെല്ലേ.
ഇങ്ങനെയൊക്കെയാണ് ഞാൻ പാച്ചുവിനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് അവനെ എൻഗേജ്ഡ് ആക്കി ഇരുത്താറ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പാച്ചുവിന്. അപ്പോൾ അതുകൊണ്ടാണ് അവന് 1 2 3 ABCD ഫ്ലവേഴ്സ് വെഹിക്കിൾസിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒട്ടിച്ച് അതൊക്കെ പഠിച്ച് ഇരുന്നോളും. പിന്നെ പെട്ടെന്ന് അവന് ആക്ടിവിറ്റീസ് മാറിക്കൊണ്ടിരിക്കണം കേട്ടോ. ശിശു എന്തിനാ പറിച്ചേ? 6 പറക്കണേ എന്തിനാ? അതോടെ ഒട്ടിക്ക്, ഇവിടെ ഒട്ടിച്ചേക്ക്. 9 തിരിച്ചിട്ടാ 6 തിരിച്ച് പറിച്ച് വെച്ചിട്ട് 6 ഒട്ടിക്ക്. 6 നോക്കട്ടെ അമ്മ നോക്കട്ടെ. വാവ്, വെരി ഗുഡ്. ബാ പാച്ചു ഇങ്ങോട്ട് വാ. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ പോണ ഒരു പൂച്ച. അപ്പോൾ ദാ പാച്ചു അതിൻ്റെ പുറകെ പോയി കേട്ടോ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ആ പാവം പൂച്ചേനെ അവൻ ഓടിച്ചു. പൂച്ച ജീവനും കൊണ്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ചാടി റോഡ് ക്രോസ് ചെയ്ത് എങ്ങോട്ടോ പോയി. വായോന്ന് പറയും കാത്തു. ഓടി വായോന്ന് പറയും കാത്തു. ഓടി വായോന്ന് പറയും. പോയാ കാത്തു? ബാ പോവാ. ഇനി എന്തായാലും കാത്തൂനെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം എൻ്റെ അകത്തേക്ക് കയറി അമ്മാമ്മേനെ വർക്ക് ബുക്ക് കാണിക്കുകയാണ് കേട്ടോ. Good boy, good, very good. Yay! Clap with the baju. 17, ba. 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 Na yay! Uruma. Na. Kondako. അങ്ങനെ ഞങ്ങളിതാ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇതേ നമ്മുടെ പ്ലേ സ്കൂളിൽ ചേർത്തിയപ്പോൾ കിട്ടിയ ബുക്കാണ്. ഇപ്പോഴല്ല, മുമ്പ് ചേർത്തിയ സ്കൂളിലത്തെ ബുക്കാണ്. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അവൻ പിക്ചേഴ്സ് കണ്ടിട്ട് ഓരോന്നിങ്ങനെ പറയും. അവൻ ഇപ്പോൾ ഒരു FG വരെ പറയും കേട്ടോ, കറക്റ്റ്. A ആപ്പിൾ. ഇത് B ബോൾ. വെരി വെരി ഗുഡ്. അവനിപ്പോൾ G വരെയുള്ള എല്ലാം പറയുമെന്ന് വിചാരിച്ച് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവൻ C വരെ എത്തിയപ്പോഴത്തേക്കും അവന് മടുത്തു. അവൻ ബുക്കൊക്കെ ഇതേ മടക്കി വെച്ച് ഇതേ അടുത്ത സ്ലേറ്റ് എടുത്തു. എന്താടാ? മാങ്ങയാണത്. നല്ല മാങ്ങ. അങ്ങനെ മൂപ്പര് തന്നെ എന്തൊക്കെയോ ഭാവനയിൽ വരച്ച് എൻ്റെ അടുത്ത് ഓരോന്ന് പറയും. ഇത് എൻ്റെ അടുത്ത് ട്രീ എന്നാണ് പറഞ്ഞത്. മരം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഓക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ പിള്ളേർ എൻകറേജ് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. പിന്നെ എന്നെക്കൊണ്ടും ഇങ്ങനെ പറയൂട്ടോ, അമ്മ ക്യാറ്റ് വരയ്ക്കേ, ഐസ്ക്രീം വരയ്ക്കേ, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഇമേജസ് വരയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ വരച്ചു കൊടുക്കുമ്പോൾ അതും ഭയങ്കര സന്തോഷമാണ്. ഈ സ്ലേറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പാച്ചുവിനെ ഫസ്റ്റ് സ്കൂളിൽ ചേർത്ത സമയത്ത് അവൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തൊരു സ്ലേറ്റാണ് കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുൾ ടൈം അതിൽ വരയ്ക്കാനും കുറിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദാ അവൻ എന്തൊക്കെയോ ഭാവനയിൽ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ പാച്ചു? മാങ്ങ, നല്ല മാങ്ങ. Cat. C for cat. D for D. അത് cat. Okay. D. Dog. Dog എങ്ങനെയാ പച്ചു? ഡോഗ് എങ്ങനെയാ പറ? അയ്യോ, ഡോഗ് എങ്ങനെയാ? ഡോഗ് ഡോഗ് എങ്ങനെയാ? പഠിക്കാൻ വന്നാണോ ഡോഗിന്റെ പോലെ? എനിക്ക് കഴുത്ത്. ഡോഗാണോ? കാറ്റ് എങ്ങനെ? കാറ്റ് എങ്ങനെയാ? എലിഫന്റ് എങ്ങനെയാ? ആന എങ്ങനെയാ? ഈശോ. ഗോട്ട് എങ്ങനെയാ? ഗോട്ട്
കൗ എങ്ങനെ കൗ ബേ കൗ കൗ ബേ അയ്യോ തലകുത്തി വീഴട്ടെ. പാച്ചു ഇതെന്താ പാച്ചു ഇതെന്താ ഇതെന്താ എന്താ വരയ്ക്കണേ പാച്ചു? എന്താ വരയ്ക്കണേ? ഐസ്ക്രീമാണോ വരയ്ക്കണേ? അങ്ങനെ ഞങ്ങളിതേ കുറേ നേരം ഇതിൽ പറയായിരുന്നു. ഭയങ്കരമായിട്ട് അവൻ ആലോചിച്ച് എന്തൊക്കെയോ ഇമേജസൊക്കെ വരച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ബ്രേക്ക് എടുത്തു. കുറച്ച് നേരം കളിച്ച് ചിരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. എന്നെ സ്നേഹിച്ച് കൊള്ളലാണ് കേട്ടോ ഇപ്പോഴത്തെ മെയിൻ ഹോബി. അങ്ങനെ ഇതാ പൂച്ചേനെ വരയ്ക്കാൻ പറഞ്ഞിട്ട് ക്യാറ്റിനെ വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ചതാണ്. പിന്നെ ഞാൻ എന്ത് വരച്ചാലും എന്താണെന്നറിയില്ല, വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും പാച്ചുവിന് മനസ്സിലാവാറുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പാച്ചുദേ ഡാൻസിൻ്റെ മൂഡിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ അവന് നമ്മുടെ ഫസ്റ്റ് സ്കൂളിൽ അസംബ്ലിയിലുള്ള ഒരു ഗമ്മി ബെയറിൻ്റെ പാട്ട് പാടിയാൽ അവന് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ എണീറ്റ് നിന്നിട്ട് ഈ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് വയ്ക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അങ്ങനെ ഇതാ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ സഖാവിന് പഠിത്തമൊക്കെ മടുത്തു. ഇനി അവൻ തന്നെ എല്ലാം ഒതുക്കി വയ്ക്കുകയാണ്. അപ്പം ഞാൻ പറയും, ഇപ്പം കളിച്ചു കഴിഞ്ഞാലും പഠിച്ചു കഴിഞ്ഞാലും അവനോട് തന്നെ എല്ലാം ഒതുക്കി വയ്ക്കാൻ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവന് മടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതിന് മുമ്പേ വന്ന് ഒതുക്കി മടക്കിയൊക്കെ വയ്ക്കും. കഴിഞ്ഞിട്ടില്ല കാണിക്കണേ. ഇത് പക്ഷേ ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ടില്ല. എല്ലാം മടക്കി വെച്ച് അതിൻ്റെ മുകളിൽ കിടന്ന് നിരങ്ങണം. അല്ലെങ്കിലോ പപ്പടപ്പരിവായി അവൻ്റെ ABCD ബുക്കൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞത് ദേ ബാഗിൽ കൊണ്ടെടുത്ത് വെച്ചു. ദേ അടുത്ത ആക്ടിവിറ്റിക്കായിട്ട് കൊണ്ടുവരികയാണ്. ഇത് ദേ നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുപോയ കുറച്ച് സാധനങ്ങൾ ഞാൻ പെറുക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഒതുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പാച്ചും എൻ്റെ കൂടെ ഒതുക്കാൻ കൂടിയിട്ടോ. അപ്പം സ്കെച്ച് പെന്ന് മറ്റേ ക്രയോൺസൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് കുറേ ഞാൻ അവിടെ വെച്ചു, കുറച്ച് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അത് അതൊക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പാച്ചുവിൻ്റെ നമ്മുടെ കാസറോളിൻ്റെ ചോക്ലേറ്റ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളിതാ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാച്ചുവിൻ്റെ ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ്. അവനെല്ലാം ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ടോയ്സ് ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യും. ഒരു പരിധി വരെ അവൻ ഷെയർ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ദേ കുറച്ച് നേരം ഞങ്ങൾ ചില്ല് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കളർ ചെയ്യാനായിട്ട് അവൻ്റെ വർക്ക്ഷീറ്റും ക്രയോൺസും എടുത്തു കൊടുത്തു. പക്ഷേ കണ്ണ് തെറ്റിയ താഴ്ത്തും ചുമരിലൊക്കെ വരയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ക്രയോൺസ് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഇതേ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും പാശുദാവൻ്റെ ആ ഒരു ബോർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള വരയാണ് കേട്ടോ. എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. വരയ്ക്കുന്നത് എന്തോ, അവൻ പറയുന്നത് വേറെ എന്തോ. പക്ഷേ അവൻ കുറച്ച് നേരം അതിൽ എൻഗേജ്ഡായിട്ട് ഇരുന്നോളും. അതാണല്ലോ നമുക്കിന്ന് വേണ്ടതും. വായിൽ വെച്ചു കൊടുക്കും ബച്ചു, വായിൽ. വായയിൽ വെച്ച് കൊടുക്ക്, വായയിൽ. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ, അമ്മ ഹെൽപ്പ് ചെയ്യാം. പിടിച്ചോ, ആ പോക്ക്. അമ്മ ഹെൽപ്പ് ചെയ്യാം, അമ്മ ഹെൽപ്പ് ചെയ്യാം. അമ്മ ഹെൽപ്പ് ചെയ്യാം. പൊക്കിക്കോ. വാ, വെരി ഗുഡ്. ഇനി വേറെ അടുത്തത്. വായിൽ വെച്ച് കൊടുക്ക്. പൊക്ക്. വായിൽ വെച്ച് അത് അടയ്ക്കുമ്പോൾ പൊക്കണം കേട്ടോ ബച്ചു. അമ്മ ഹെൽപ്പ് ചെയ്യട്ടെ. ഈ ഫിഷിംഗ് ഗെയിം വാങ്ങിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടന്നു കേട്ടോ. കുറേ നേരം എടുത്തിട്ടാണ്
അവൻ ഇത് കളിക്കുക. അപ്പം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചധികം അറ്റൻഷൻ നമുക്ക് അവന് കൂട്ടിയെടുക്കാനും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനിത് ഡോൺ ചേട്ടനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കളിക്കുന്നുണ്ട്, കുറേ സമയം പോയി കിട്ടുകയും ചെയ്യും, നമുക്കൊന്ന് സമാധാനമായിട്ടൊന്ന് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഓരോ ഫിഷിനെ അവൻ പിക്ക് ചെയ്യുന്നുണ്ട്, കളേഴ്സ് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ദായി ഫിഷിംഗ് ഗെയിം ഇരുന്ന് പോയി കിട്ടി. റെഡ് ഫിഷ്, ബ്ലൂ ഫിഷ് എവിടെയാ ബാച്ചു? ബ്ലൂ ഫിഷ്, വെരി ഗുഡ്. ഗ്രീൻ ഫിഷ് എടുത്തു തരുമോ അമ്മയ്ക്ക്? ഗ്രീൻ ഫിഷ് പ്ലീസ്. അമ്മയ്ക്കൊരു ഗ്രീൻ ഫിഷ് എടുത്തു തരുമോ? ഗ്രീൻ ഫിഷ് എടുത്തു തരുമോ അമ്മയ്ക്ക്? ഗ്രീൻ. ദാ, താങ്ക് യു. ഇത് ശരിക്കും തോമൂനും പാച്ചുനും ഒന്നിച്ചിരുന്ന് കളിക്കാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. തോമൂന് ഇന്ന് വയ്യാത്ത കാരണം ഡിവൈൻ്റെ കൂടെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ വിചാരിച്ചു എന്നാൽ പാച്ചു കളിക്കട്ടെ ഇരുന്നിട്ട്, കാരണം നമുക്ക് സമയം പോകണമല്ലോ, ഫുൾ ഡേ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇതാ ഞങ്ങളിതേ കുളിച്ച് റെഡിയായി, ലഞ്ചൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് അവൻ്റെ ആക്ടിവിറ്റീസ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിതേ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാം യെസ്, ഉറങ്ങണം. വാ ഉറങ്ങാൻ വായോ ചാച്ചാ, വാ ചാച്ചാ കിടന്നോ? കിടക്ക്. പാവ് വേണോ? എന്താ വേണ്ടേ? പാവ് വേണോ? തരാം. കിടന്നോ, അമ്മ തരാം. ടാറ്റ പറഞ്ഞേ. ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ പോവാൻ തന്നെ. പാച്ചു ഉറങ്ങി? ഉറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞേ. അങ്ങനെ പാച്ചു ഉറങ്ങാനായിട്ട് എൻ്റെ 18ാമത്തെ അടവാണ്. ഞാൻ ഉറങ്ങി കൂർക്കം വലിച്ച് കിടക്കും. അപ്പോൾ പതുക്കെ അവൻ ബോറടിക്കുമ്പോൾ അവൻ കിടന്നുറങ്ങും. അങ്ങനെയാണ് ഞാൻ മിക്ക ദിവസം അവനെ ഉറക്കാറ്. കാരണം എന്നെ ഉറക്കിയിട്ട് അവൻ ഉറങ്ങാവൂ എന്നുള്ളൊരു ധാരണയാണ് കുട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് അഭിനയിച്ച് കിടക്കുകയാണ്. പാച്ചുതാ പാലൊക്കെ കുടിച്ച് ഇനി ഉറങ്ങാം എന്നുള്ള ധാരണയിൽ കിടക്കുകയാണ്. ആ സമയത്ത് കറക്റ്റ് എനിക്കൊരു കോൾ വന്നു. അതോടുകൂടി അവൻ ഫുൾ ആക്റ്റീവായിട്ട് ചാടി എണീറ്റ് ഫുൾ ആക്റ്റീവായി. നോ 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 നോ. വാ ഉറങ്ങാം. യെസ് ഉറങ്ങാം. ആ കോക്ക് പിടിക്കട്ടെ പാച്ചുവിനെ. അങ്ങനെ പാച്ചു ഉറങ്ങി. കാര്യം ഉറങ്ങുന്ന സെക്കൻഡ് വരെ ഫുള്ളി ആക്റ്റീവ് ആണെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡീപ്പ് സ്ലീപ്പ് പോയി നന്നായിട്ട് ഉറങ്ങും, കുറേ അധികം സമയം ഉറങ്ങും. പിന്നെ എണീപ്പിക്കാൻ ഞാൻ കഷ്ടപ്പെടണം കേട്ടോ. കാരണം ഒരു 7 മണി ആയാലും അവന് എണീക്കാൻ മടിയാണ്. അപ്പം ഞാനൊരു 6 മണി തൊട്ട് അവന് വിളിച്ചു തുടങ്ങിയാൽ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അവന് എണീക്കും. തോമുമാണ് വന്ന് വിളിക്കണതെന്ന് വെച്ചാൽ ഒറ്റ വിളിക്ക് അവനെ എണീക്കും. ഞാനാണ് വിളിക്കണതെന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കുറേ നേരം കൊഞ്ചി, അങ്ങനെയാണ് ഞങ്ങൾ പതുക്കെ എണീറ്റ് വരിക. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാച്ചുതാ എണീറ്റ് കണ്ണൊക്കെ തുറന്ന് നോക്കി. ഫസ്റ്റ് അവൻ ചോദിക്കുക തോമുവിനെയാണ്. തോമു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടിക്ക് താമസമൊന്നുമില്ല, വേഗം എണീറ്റ് ചാടി വേഗം ഡോറൊക്കെ തുറന്ന് തോന്നുവിനെ അന്വേഷിച്ച് പോവും. അപ്പോൾ തോമു ചേട്ടൻ്റെ വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കളിക്കാൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ മുറ്റത്തുള്ള ചേട്ടൻ്റെ അനിയൻ്റെ ഓട്ടവും ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു കാര്യമാണ് റണ്ണിങ് റേസ്. അപ്പോൾ 1 2 3 പറയുമ്പോൾ ഓടും.
അപ്പോൾ പാച്ചുവിന് എന്താണെന്ന് വെച്ചാൽ പാച്ചുവിന് മാത്രമല്ല തോമുവിനുണ്ട് ഈ ഫുൾ ഇങ്ങനെ മോഷൻ പോകുന്ന ഒരു കാരണം കൊണ്ട് രണ്ടുപേർക്കും കാലൊക്കെ ഇച്ചിരി റാഷസൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഓടാൻ പറ്റുന്നില്ല. മാത്രമല്ല ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്ന് ചാറി. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഇനി പനിയും കൂടി വന്നാൽ ഇനി അത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഇന്നധികം ഔട്ട്ഡോർ ഗെയിംസിലേക്കൊന്നും വിട്ടുകൊടുത്തില്ല. വേഗം ഞാൻ അകത്ത് കയറാൻ പറഞ്ഞിട്ട് രണ്ടാളെയും വേഗം അകത്ത് കയറ്റി. അപ്പോൾ അകത്ത് കയറ്റുന്നതിന് മുമ്പ് കുറച്ച് നേരം അവർ ജീപ്പിലൊക്കെ കളിച്ച് ഇരുന്നു കേട്ടോ. പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ മുറ്റത്ത് ഓടിക്കളിക്കാറും അങ്ങനെ കുറേ എന്താ പറയുക വിയർത്ത് കളിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അതിനൊന്നും ഒരു സ്പേസ് കൊടുത്തില്ല. വേഗം തന്നെ അകത്തേക്ക് കയറ്റി. അതിൻ്റെ എല്ലാ പ്രതിഷേധവും രണ്ട് പിള്ളേരും കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ചുള്ള ടോയ്സ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തേക്ക് പോകാനുള്ള ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാ ഇനി ബിൽഡിംഗ് സെറ്റ് വെച്ച് അവർ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും ബ്ലോക്സൊക്കെ വെച്ച് കളിക്കും. ഇതിൻ്റെ ഇടയിലിടയ്ക്ക് ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുമെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. അവരപ്പോൾ ഇത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തോമു കളേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് വെക്കുക. അപ്പോൾ അത് കേട്ട് പാച്ചുവും പറയും. പാച്ചുവും പ്രൈമറി കളേഴ്സ് എല്ലാം പറയും കേട്ടോ. ഗ്രീൻ, നീ യെല്ലോ വെക്ക്, യെല്ലോ. ഇനി ബ്ലൂ. അത് റെഡ് അല്ലേ? ബ്ലൂ വെക്ക്, ബ്ലൂ. ആ വാ, വെരി ഗുഡ് തോമോ. അതേതാ? റെഡ്. ഈ ബ്ലോക്സ് വെച്ച് ടവർ ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് തള്ളിയിട്ട് വീഴ്ത്തുക എന്നുള്ളത് ഇവരുടെ ഹോബിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടലും ചീറ്റലും. പിന്നെ ഞങ്ങൾ പാരൻസോ അല്ലെങ്കിൽ ഞങ്ങൾ ആരും ആ പ്രശ്നങ്ങൾ ഇടപെടാൻ പോകാറില്ല. അവരായിട്ട് തന്നെ തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്യാറ്. പാച്ചുവിൻ്റെ പിണങ്ങി നിൽക്കുന്ന കോർണറാണത്. അവന് പിണക്കം വന്നാൽ വേഗം ആ കോർണറിൽ പോയിട്ടാണ് കരയുക. പക്ഷെ വേഗം പിണക്കമൊക്കെ മാറി വേഗം ചേട്ടനനിയനും വീണ്ടും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ബ്ലോഗ്സൊക്കെ അവർ തന്നെ അത് പെറുക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ അതൊക്കെ എടുത്ത് വെച്ച് ഫുൾ ഓൺ ഡാൻസിലും ആ ഒരു പാട്ടിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചാക്കോച്ചനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാരുടെ ആ പിയാനോ ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോൾ തോമും പാച്ചുവും പറഞ്ഞു ഡയാന ആൻഡ് റോമ വെക്കാൻ പറഞ്ഞു. അത് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഷൂട്ട് ചെയ്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, ഈ ഡയന റോമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോൺ ചേട്ടൻ വന്നു. ഡോൺ ചേട്ടൻ വന്നാൽ ഞാൻ പതുക്കെ ഞങ്ങളിപ്പോൾ ഞാനായാലും ഡിവൈനാണെങ്കിലും ഡോൺ ചേട്ടൻ വന്ന് ഫ്രഷപ്പായി വന്നു കഴിഞ്ഞാൽ പിള്ളേരെ പതുക്കെ ഡോൺ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ കുക്കിംഗ് ആക്ടിവിറ്റീസിലേക്ക് കടക്കും. അപ്പം ഇന്ന് ഞാൻ കിച്ചണിലേക്ക് കയറി നാളേക്ക് ഇന്നൊക്കെ ഡിന്നറിന് വേണ്ടതും നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെച്ചു. കാരണം ഇനി നാളെ തൊട്ട് വീണ്ടും പാച്ചുവിനെയും തോമുവിനെയും സ്കൂളിലേക്ക് വിടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊന്ന് ഓക്കെ ആയി വരുന്നുള്ളൂ. കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടില്ല, ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നാളെ രാവിലെ നോക്കിയിട്ട് എനിക്ക് വിടണം എന്ന് തന്നെയാണ്. കാരണം വീട്ടിലിരിക്കുമ്പോൾ കുറച്ചധികം ദിവസം, ഇപ്പോൾ ഓൾറെഡി 3 ദിവസമായി വീട്ടിലിരിക്കുന്നു. അപ്പോൾ കുറച്ചധികം ദിവസം ഇരിക്കുമ്പോൾ അവർക്ക് മടി വരും. പിന്നെ അവിടെ പോകുമ്പം അവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ കുറച്ചും കൂടി എൻഗേജ്ഡാണ്. മാത്രമല്ല അവർ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വർക്ക് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഗ്യാപ്പും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഓക്കെ ആണ്, വലിയ കുഴപ്പമില്ലെങ്കിൽ നാളെ സ്കൂളിലേക്ക് വിടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 1-2 കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിച്ചണിലെ എല്ലാ പരിപാടികളും ചെയ്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ജസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ കുറേ അവൻ്റെ ലൈവ് ഓഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈവ് ഓഡിയോ കേട്ടപ്പോൾ അത് നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വോയിസ് ഓവർ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് കൂടുതലും കുറച്ച് ലൈവ് ഓഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പാച്ചു കുറേ വലുതായി അല്ലേ.
ഞാനും വീഡിയോസ് കാണുമ്പോൾ ആലോചിക്കായിരുന്നു, ഷോ അവൻ ഒത്തിരി വലുതായി, പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് കാണുമ്പോൾ. നിങ്ങൾക്കും എന്നെ പോലെ തന്നെ സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ, ഇത്രയ്ക്കുള്ളൂ വിശേഷങ്ങൾ. ഇനിയും കുറേ അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരു ദിവസം നമ്മൾ ചെയ്യിപ്പിക്കില്ലല്ലോ. ഇന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുളിച്ച് മിടുക്കരായിട്ടത്തേക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. കുഴപ്പമില്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് എണീക്കുകയാണെങ്കിൽ സ്കൂളിലേക്ക് വിട്ടാൽ ഒരു 2-3 hours അവർക്കും ഹാപ്പി ആവും, നമുക്കും എന്തെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ കിട്ടും. ഈ പാച്ചുക്കുട്ടനൊക്കെ നല്ല ഉറക്കത്തിലാണ്. വേണ്ട, നേരത്തെ ഒന്നല്ല സമയം. ഇത് ആദ്യം 1:45 സമയം. അവൻ ഉറങ്ങിയപ്പോൾ ഒരു 12-12:15 ആയി അവൻ ഉറങ്ങിയപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ അവൻ കുറേ സമയം ഉറങ്ങും. നമ്മൾ നേരത്തെ വിളിച്ചാലും അവന് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നേരത്തെ വിളിച്ച് എണീക്കുമ്പോൾ പിന്നെ ഭയങ്കര വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സമാധാനമായിട്ട് തന്നെ ഒരു 6:30 വരെ ഞാൻ 6 മണി വരെ ഞാൻ ഉറക്കാൻ ഉദ്ദേശിക്കാറുള്ളൂ. പക്ഷെ അവൻ എണീറ്റ് പിടിച്ച് വരുമ്പോൾ 6:30 ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിലേ ആണ്. അപ്പോൾ ഞാനെന്ത് ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. എന്തായാലും ഒരു 2:30-3 മണിയാവും കേട്ടോ കിടക്കുമ്പോൾ. ഞാൻ മാത്രമല്ല, ഡിവൈനും മമ്മിയും ഒക്കെ ഈ ഒരു ടൈം ഷെഡ്യൂളിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് 1-2 കമൻസ് ഞാൻ കണ്ടു കേട്ടോ. രാവിലത്തെ ഭക്ഷണം തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വയർ അപ്സെറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ 1-2 പേര് കമൻറ്റ് ചെയ്ത് കണ്ടു. ഞങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ടല്ല. നമുക്ക് ഒന്നാമത് നമ്മളിന്ന് തലേന്ന് നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെക്കുന്നു എന്നുള്ളത് കൊണ്ട് നാളെ രാവിലത്തേക്ക് അതൊന്നും കേടാവാൻ പോണില്ല. നമ്മുടെ വയറ് നമുക്ക് മുഖ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് സേഫ് ആക്കാണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഈ തലേ ദിവസം ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും പിള്ളേർ ഉറങ്ങിയതിന് ശേഷം മാത്രമേ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനും അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇവർ ഉറങ്ങുമ്പോൾ എന്തായാലും 10 മണി 11 മണിയൊക്കെ കഴിയും. അത് കഴിഞ്ഞ് നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവരവരുടെ റൂമിലേക്ക് കയറിയിട്ടാണ് എല്ലാവരും, ഞങ്ങൾ 3 പേരും ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പറയുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പിള്ളേരുള്ളപ്പോൾ പിള്ളേരെയും വെച്ച് നമ്മളിതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കിടക്കുമ്പോൾ ഡിവൈൻ എനിക്ക് തോന്നുന്നു മിനിമം കിടക്കുമ്പോൾ 2 മണി ആവാറുണ്ട്. ഞാനും ഏകദേശം 2:30-3 മണി ആവാറുണ്ട്. മമ്മി ചില ദിവസങ്ങളിൽ അതിലും ലേറ്റ് ആവാറുണ്ട്. കാരണം മമ്മിയുടെ ക്ലയൻസ് കുറേ പേര് പുറത്തുള്ളവരാണ്, അമേരിക്ക, ലണ്ടനൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അത് അവർക്കൊക്കെ ടൈമിങ് ഈ ഒരു സമയത്ത് അവർക്ക് ഡേ ടൈം ആയതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്ന കാരണം മമ്മി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കൂടുതൽ സമയം ബിസിനസ്സിലേക്ക് ഈ ഒരു ടൈമിൽ ഇരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മമ്മിയുടെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കിടക്കുമ്പോൾ മമ്മി ചിലപ്പം 4 മണി 5 മണി വരെ ആവാറുണ്ട്. കാരണം അതൊന്നും ഹെൽത്തി അല്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ മമ്മി ആയിരിക്കും ഏറ്റവും അവസാനം കിടന്ന് ഉറങ്ങുന്ന ആൾ. എനിക്ക് തോന്നുന്നു 4 മണിയൊക്കെ എന്തായാലും ആവാറുണ്ട് മമ്മി ഉറങ്ങുമ്പം. അപ്പം അതുകൊണ്ട് രാവിലെ നമുക്ക് ചാടി പടഞ്ഞ് എല്ലാവരെയും പോലെ എണീക്കാൻ പറ്റാറില്ല. 6:30-ക്കൊന്നും എണീക്കേണ്ട കാര്യം ആലോചിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ജസ്റ്റ് കിടന്നിട്ടേ ഉണ്ടാവുള്ളൂ. രാവിലെ ഓടിപ്പോയി കിച്ചണിൽ കയറി, കാരണം ഡോൺ ചേട്ടൻ 9:30 ആകുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പെടഞ്ഞുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് 3 പേർക്കും നമുക്ക് 3 പേർക്കും അത് പ്രാക്ടിക്കലി അത് ശരിയാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് തലേന്ന് ഒരുവിധം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് കിടക്കാറ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് എണീക്കാം. ഓടി വന്ന് എന്താ പറയുക, നമുക്ക് ഇപ്പം ഡോൺ ചേട്ടന് പോവാറായ സമയമായെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഡോൺ ചേട്ടന് കൊടുത്തിട്ട് വിടാം. പിന്നെ നാളെ തൊട്ട് പിള്ളേരെ സ്കൂളിൽ പോകുമ്പോൾ അവർക്കുള്ളത് നമ്മൾ അപ്പം തന്നെ എന്തെങ്കിലും വെച്ച് സ്നാക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കുന്നത്. അല്ലാണ്ട് ഹെൽത്തി എന്താ പറയുക, പഴകിയ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമായിട്ടല്ല. പിന്നെ പഴകിയ ഭക്ഷണം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇപ്പോൾ ഫിഷ് കറി ആണെങ്കിൽ അപ്പം വെച്ച് അപ്പം കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്നതാണെന്നാണ് എനിക്ക് പേഴ്സണലി അതാണ് ഇഷ്ടം.
ഇപ്പോൾ അങ്ങനത്തെ കറികളാണ് കൂടുതൽ. ഇപ്പോൾ മറ്റേ മാങ്ങാക്കറി അതൊക്കെ നമ്മൾ അപ്പം വെച്ച് അപ്പം കഴിക്കുന്നതിനേക്കാളും തലേന്ന് വെച്ച് കഴിച്ചാൽ പിറ്റേ ദിവസം കുറച്ചും കൂടി രുചി കൂടുക ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത്രയൊക്കെയുള്ളൂ വിശേഷം. അപ്പോൾ ഇനി ഞങ്ങൾ കിടക്കാൻ നോക്കട്ടെ. സമയം ലേറ്റായി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പിള്ളേരുള്ളപ്പോൾ മാക്സിമം ഫോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അവർക്കും ഫോൺ വേണം. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാറില്ല. പിന്നെ ഫ്രീ ആവുന്ന സമയത്ത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.